ഇത് ബംഗ്ലാദേശ്. പത്മയുടെ തീരങ്ങളിൽ ഇന്ന് ഒഴുകുന്നത് സ്വപ്നങ്ങളല്ല, മറിച്ച് തിരിച്ചറിയപ്പെടാത്ത ഒരു ജനതയുടെ അമർഷവും ചോരയുമാണ്. ഒരിക്കൽ ഏഷ്യയുടെ പുത്തൻ സാമ്പത്തിക പ്രതീക്ഷയെന്ന് ലോകം പുകഴ്ത്തിയ ബംഗ്ലാദേശ് ഇന്ന് ഒരഗ്നി പർവ്വതത്തിന് മുകളിലാണ്. 15 വർഷത്തെ ഉറച്ച ഭരണം വെറും 45 മിനിറ്റുകൾ കൊണ്ട് തകർന്നു വീണ ചരിത്രം. ഭയം വിതച്ച ഭരണാധികാരികൾക്ക് പലായനം ചെയ്യേണ്ടി വന്ന ദുരന്തം. എന്താണ് ബംഗ്ലാദേശിൽ ശരിക്കും സംഭവിക്കുന്നത്? ഇതൊരു കേവല പ്രതിഷേധമോ അതോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ നാടകമോ? എല്ലാം തുടങ്ങിയത് ഒരു ക്വാട്ടയിൽ നിന്നായിരുന്നു. 1971 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് നൽകിയ 30% ജോലി സംവരണം. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ സംവരണത്തിന് പിന്നിൽ ഷെയ്ഖ് ഹസീന തന്റെ രാഷ്ട്രീയ വേരുകൾ ആഴ്ത്താൻ ശ്രമിച്ചുവെന്ന് യുവജനത തിരിച്ചറിഞ്ഞു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ റസാക്കറുകൾ അഥവാ രാജ്യദ്രോഹികൾ എന്ന് ഭരണകൂടം വിളിച്ചപ്പോൾ അത് എരിയുന്ന തീയിലൊഴിച്ച എണ്ണയായി മാറി. അടിച്ചമർത്താൻ ശ്രമിച്ച തോക്കിൻ മുനകൾക്ക് നേരെ വിരിമാറ് കാണിച്ച ഒരു തലമുറ ബംഗ്ലാദേശിന്റെ ചരിത്രം തിരുത്തി കുറിച്ചു. ഒരു വിപ്ലവം ഒരു രാജ്യത്തെ സ്വതന്ത്രമാക്കുമെന്ന് നാം കരുതി. എന്നാൽ ആ വിപ്ലവം ഇന്ന് ഒരു വൻമരത്തെ പിടിതെറിഞ്ഞ് പകരം വിഷസർപ്പങ്ങൾക്കായി ഒരു താവളം ഒരുക്കിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശ് ഇന്ന് ഒരു അന്തമില്ലാത്ത ശൂന്യതയിലേക്ക് വീഴുകയാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതോടെ രാജ്യം അരാജകത്വത്തിന്റെ പിടിയിലായി. 2025 അവസാനിക്കുമ്പോഴും ആ കനലുകൾ അണഞ്ഞിട്ടില്ല. വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളുടെ മരണം രാജ്യത്തെ വീണ്ടും തെരുവിലിറക്കി. മാധ്യമങ്ങൾ വേട്ടയാടപ്പെടുന്നു, നീതിന്യായ വ്യവസ്ഥ നോക്കുകുത്തിയാകുന്നു. ജനാധിപത്യം എന്ന സ്വപ്നം കണ്ടിറങ്ങിയവർ ഇന്ന് കാണുന്നത് സ്വന്തം രാജ്യം വെട്ടിമുറിക്കപ്പെടുന്ന കാഴ്ചയാണ്. ജനാധിപത്യം എന്ന് നിങ്ങൾ വിളിക്കുന്നത് ഈ നരനായാട്ടിനെയാണോ? ന്യൂനപക്ഷങ്ങളുടെ ചോര കൊണ്ട് തെരുവ് കഴുകുന്നതാണോ നിങ്ങളുടെ വിപ്ലവം? വർഷങ്ങളോളം ഒരേ മണ്ണിൽ ജീവിച്ച സഹോദരങ്ങളെ വേട്ടയാടുമ്പോൾ ലോകം എന്തിനു നിശബ്ദമാകുന്നു? ഇത് വെറുമൊരു അധികാര കൈമാറ്റമല്ല, ഇത് ആൾക്കൂട്ടം നടത്തുന്ന ക്രൂരമായ തുടച്ചു നീക്കലാണ്. സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ ഭയക്കുന്ന ഒരു ജനതയുടെ ശാപം ബംഗ്ലാദേശിനെ വേട്ടയാടും. നീതിയുടെ സൂര്യൻ അസ്തമിച്ച ഈ തെരുവുകളിൽ ഇന്ന് വാഴുന്നത് നിയമമല്ല, മറിച്ച് ആയുധമേന്തിയ ആൾക്കൂട്ടമാണ്. മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ വെറുമൊരു നിഴൽ രൂപമായി മാറുമ്പോൾ 26 തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ വിധി നിർണ്ണയിക്കും. അത് ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവാകുമോ അതോ തീവ്രവാദ ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയ പ്രവേശനമാകുമോ? ഒരു ജനതയുടെ പോരാട്ടം മറ്റൊരു ഏകാധിപത്യത്തിനുള്ള വഴിയൊരുക്കലായിരുന്നോ എന്ന് കാലം ചോദിക്കുന്നു. സ്വാതന്ത്ര്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഇടയിലുള്ള ആ നേർത്ത നൂൽപാലത്തിലൂടെ ബംഗ്ലാദേശ് നടന്നു നീങ്ങുകയാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ അറിയുന്നില്ല നിങ്ങളുടെ വയറൊട്ടാൻ പോകുകയാണെന്ന്. ബംഗ്ലാദേശിന്റെ നട്ടെല്ലായ വസ്ത്രനിർമ്മാണ മേഖല ഇന്ന് ശ്വാസം മുട്ടുകയാണ്. ലോക പ്രശസ്ത ബ്രാൻഡുകൾ നിങ്ങളുടെ ഫാക്ടറികളിൽ നിന്ന് മുഖം തിരിച്ചു കഴിഞ്ഞു. ഓർഡറുകൾ ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും പറക്കുന്നു. 10% മുകളിൽ കുതിച്ചുയരുന്ന വിലക്കയറ്റം സാധാരണക്കാരന്റെ അടുക്കളയിലെ തീ കെടുത്തുകയാണ്. വിപ്ലവത്തിന് ശേഷം വിശപ്പടക്കാൻ എന്തു ചെയ്യുമെന്ന് ഈ രാജ്യം ചോദിക്കുന്നു. ബംഗ്ലാദേശിലെ ഈ മാറ്റങ്ങൾ ഏഷ്യയുടെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണാം.